മീൻകറിയില്ലേ അത് വേണ്ടേ ഇപ്പൊ? ഇത് വേണ്ടേ? എന്തുകൊണ്ട് കാണിക്കുന്നത്? എന്റെ മുഖം കത്തിക്കരിഞ്ഞു പോടാ. പിന്നെ ഫേഷ്യൽ ചെയ്യാൻ നോക്കോടെ പോയിട്ട്. എടി അടുത്ത ഫേഷ്യൽ ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ ഉടനെ. കടുകിടുവാ മീൻകറി? കടുക് ഇടും. കടുകിട്ടല്ലേ മീൻകറി ഇടുന്ന? ഉലുവ ഇടുന്ന? ഉലുവയും കടുകും ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായ പോലും ഇല്ല, ഉടനെ എടുത്ത് കടുകിട്ടി. ചൂടായി നോക്ക്. പൊട്ടിയിലല്ല ഒന്നും ഉണ്ടാക്കാറിയത്തില്ല. പൊട്ടന്റെ കടുക്. പിന്നെ ആരാണ് ഇവിടെ അതൊക്കെ തിന്നുന്നത്? അത് കടയിൽ നിന്നങ്ങാണ്ട് മേടിക്കുന്നതല്ലേ. നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയാലും നമ്മൾ ജീവിക്കണമെന്നുള്ളൊരു തെളിവാണ്. ഇപ്പൊ ഗ്യാസിനൊക്കെ ക്ഷാമമാണ്. അപ്പൊ നമുക്ക് പൊക്കന്നെ. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിൽ പോലും നമ്മൾ ജീവിക്കണമെന്നാണല്ലോ. അപ്പൊ ഇപ്പൊ ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസ് തീർന്നുപോയി. അത് കാരണം ഞങ്ങൾ നല്ല മീൻകറി വെളിയിൽ അടുപ്പിലിട്ട് വെക്കുവാണ്. ഉലുവായും കടുകൊക്കെ കരിഞ്ഞു പോകും. മാറിക്കേ ഓടാന്ന്. അപ്പൊ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കടുകും ഉലുവായും. പൊട്ടുന്നുണ്ട്. ഭയങ്കര ചൂട്. ഓടാന്ന്. അത് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. എത്ര ഗ്രാം ഉണ്ട് വെളുത്തുള്ളി? അത്രയൊന്നുമില്ല, അതൊക്കെ നമ്മുടെ കൈക്കണക്കാണ്. പച്ചമുളക്, തക്കാളി കൈക്കണക്കാണ്. ഉണ്ട്. ഈച്ചപ്രൈ വേണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണ്. ചൂട് 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 ചട്ടിയൊക്കെ ആടുന്നുണ്ട് കേട്ടോ. കറിയൊക്കെ എന്റെ മുഖമൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ. അവിടെ ചുമ്മാ ഇരിക്കണ്. ഇതാണ് ഇവളാണ് ജോലി ചെയ്യുന്ന പറഞ്ഞ എപ്പോഴും സഹായിക്കുന്ന പറഞ്ഞോളൂ. ചട്ടിയൊക്കെ കിടന്ന് ആടുന്നുണ്ട്. ഇവളാണ് സഹായിക്കുന്ന പറഞ്ഞ വയ്യ പനിയാണ്. സഹായിക്കുന്നോണ്ടിരിക്കണോ? അത് പനി പിടിച്ചിരിക്കുവാണ്. ഇവിടെ എനിക്ക് പൊതുവെ സഹായിക്കാൻ ആരും വരത്തില്ല. കഴിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ചുറ്റുമുണ്ട്, ഉപദേശിക്കാനുണ്ട് ക്യാമറമാൻ. അപ്പം നമ്മളിത് വാടി വരുമ്പോ തന്നെ കൊടംപുളി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ പുളിയും നീ ഇറക്കിക്കോടാ. പുളിയും ഈ ഉള്ളിയും ഇതൊക്കെ കൂടെ പാടുമ്പോ പച്ചമുളകും തന്നെ വാടി വരുമ്പോ തന്നെ നല്ലൊരു മണം വരും. അതുപോലെ എന്നോട് എല്ലാരും മീൻകറിയുടെ റെസിപ്പി ചോദിക്കുമായിരുന്നു. അതാണ് കൂടുതലും ഞാനിപ്പോ ഉണ്ടാക്കുന്ന. ഞാൻ ആ കമന്റ് കണ്ടിട്ടില്ല, എല്ലാരും ചോദിക്കും. ഒത്തിരി പേര് ചോദിക്കാറില്ലേ ബീഫ് വലത്തിയതും മീൻകറി? അവള് കണ്ടിട്ടില്ലല്ലോ. ഓടാന്ന്. നീ കണ്ടിട്ടുണ്ടോ ആകാശേ? കണ്ടിട്ടുണ്ട്. ചുമ്മാ കേട്ടോ, എല്ലാരും ചോദിക്കുവേ. ഇതിപ്പോ നിങ്ങൾ കണ്ടു പഠിച്ചോണം മീൻകറി ഉണ്ടാക്കുന്നത്. ഇത് അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതിയായിരുന്നു. ചട്ടി അങ്ങോട്ട് ചേർത്ത് വെച്ചാലും മതിയായിരുന്നു. ചട്ടി ഇച്ചിരി കൂടെ നീക്കി ചിലപ്പോ ചട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് വിറക് നീക്കി കൊടുക്കാം. ഒന്നാമത് നല്ല ചൂടാണ്. അതിന്റെ കൂടെ അല്ല ഇപ്പൊ പൊതുവെ വെയില് ഭയങ്കര വെയിലാണല്ലോ. ചൂടും ഒക്കെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. നന്നായിട്ട് മിക്സ് ചെയ്യടാ. ഞാൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ നിന്ന് ഇളക്കട അങ്ങോട്ട്. നാളത്തെ ഷെഫാണ് അവന്. അവന്റെ വീട്ടില് അവന് റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. അവന് റെസ്റ്റോറന്റ് ഉള്ള കാരണം അവനാണ് അവന്റെ വീട്ടില് മീൻകറിയൊക്കെ വെക്കുന്നത്. ഇത് ഫ്രീ ആയിട്ട് ഒരു പ്രമോഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് വിറകടുപ്പിക്കാൻ വന്ന ആളല്ലേ? തള്ളു മാത്രം എപ്പോഴും കാണാറുള്ളു. ഉപ്പ് കുറവാണെന്ന് പറയണ കേട്ടായിരുന്നു.
അല്ല പറഞ്ഞേ ഉള്ളു, ശരിയല്ലേ? എവിടെ മുളക് എന്ത് പാടിയില്ലല്ലേ? വാടട്ടെ നന്നായിട്ട് ആ തക്കാളി പണി തുടങ്ങി കേട്ടാ. ഇന്നൊന്നല്ല ഇല്ല ഈ പണി തുടങ്ങി. ഉള്ളികൾ നന്നായിട്ട് വാടാ. എന്നാ എന്റെ മീൻകറി അങ്ങനെയാണ്. നിങ്ങളുടെ മീൻകറി വാടാതെ ആയിരിക്കും നിങ്ങൾ പൊടി ഇടുന്നത്. ഇത് വാടിപ്പഴുത്ത മാങ്ങൻ ചപ്പിച്ചിരിക്കുന്നു. ആ തെങ്ങിന്റെ അടിയിൽ നിന്ന് മാറി നിൽക്ക്, അല്ലേലേക്ക് അതിലെ കിളിയൊന്നും ഇല്ല. ഇനി അതും കൂടെ വീണിട്ടുള്ള കിളിയും കൂടെ പോണം. കാക്കയുടെ ടേസ്റ്റ് കിട്ടാൻ പാടും പെട്ടെന്ന് പാടും. ഉപ്പിട്ടായിരുന്നോ? ഇച്ചിരി ഉപ്പിട്ട പെട്ടെന്ന് പാടും. ഇവര് എവിടുത്തെ ഷെഫാണിത്? കറിക്ക് ഒരുമിച്ചിടല്ലോ മീൻ. നമ്മളെപ്പോഴും കറിക്ക് ഒറ്റയടിക്ക് ഉപ്പിടല്ലോ. കുറച്ച് നമ്മള് ഉപ്പിട്ട് എവിടുത്തെ ഷെഫാണാവോ? ഇപ്പൊ ഞാനാണ് ഷെഫായത്. ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇളക്ക് കേട്ടാ. ഏടാ മോനെ, എനിക്ക് നല്ലോണം ഇളക്കം അറിയാം കേട്ടോ. എടാ തീ കൂടുതലാ. ആ മതി കുഴപ്പമില്ല. തള്ളിക്ക് തീരെ വേണ്ട എടുത്തൊന്നും വേണ്ട. അത് വേണ്ട, ആ തീ നിന്നോട്ടെ, കുഴപ്പമില്ല. അതാ ഒത്തിരി തള്ളി കയറ്റില്ലെന്നാ പറഞ്ഞ. ഓ തള്ളുകാരന്റെ കൊണ്ട് തോറ്റി. തള്ളി അങ്ങ് മറിച്ച്. ഇനി നാളെയും പോവടി ബ്യൂട്ടി പാർലറിൽ. ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ അടുപ്പിക്കുന്ന ഊതുന്നത്. ഇതുപോലെ ഉപ്പില്ലെന്നെങ്ങനെ പറയണ ഇവൻ വിയർപ്പ് കഴിഞ്ഞു. അത്രേ ഉള്ളു. ചേച്ചി ഉപ്പ് വേണോ? ഒന്നാമതെ ഹോട്ടലുള്ളതാണ്. നീ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ കട കയറാറില്ലല്ലോ. കട കയറാറില്ല നമ്മള്. തിന്നുന്ന സമയമാകുമ്പോ കൈ അങ്ങോട്ട് കഴുകിയോണ്ട് പോയിരിക്കും. സമ്മതിക്കണേ, നമ്മളും ഇപ്പൊ ഈ ചൂടെന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരും ഉമ്മമാരൊക്കെ അവരൊക്കെ പണ്ട് എങ്ങനെയാണ് ഈ അടുപ്പിന്റെ കൂട്ടത്തിൽ ഇന്നല്ലേ കറി. പക്ഷെ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പണ്ടത്തെ മീൻകറിയൊക്കെ ആണോ? നിങ്ങൾക്ക് അതാ പറഞ്ഞ എന്താ ഉമ്മമാരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോ പോയി സഹായിക്കണം, അല്ലെങ്കിൽ അവര് ചൂടെടുക്കുമ്പോ വീശി കൊടുക്കണം. പഴയ പണ്ട് എന്റെ ചെറുതിലേക്ക് ഈ മീൻകറി എത്ര വയസ്സുള്ളപ്പോഴാ? ഒരു 5 വയസ്സ്. 5 വയസ്സുള്ളവർക്ക് ഇപ്പൊ 40 വയസ്സ് അവർ ഓർത്തിരിക്കുന്ന കാര്യം ആലോചിച്ചോട്ടെ. അപ്പൊ നല്ല മീൻകറി ഉണ്ടല്ലോ. 5 വയസ്സുള്ളത് 35 വയസ്സ് ഭയങ്കര ടേസ്റ്റ് ആണ് മീൻകറിയൊക്കെ. ആ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ വായില, ആ രുചി നമുക്ക് ഇപ്പോഴും ഉണ്ട്. ആ രുചി പണ്ട് കഴിച്ച കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഞാൻ പണ്ട് കഴിച്ചോ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മയില്ല. നല്ല മണം വരുന്നുണ്ടോ? എവിടെ വരുന്നുണ്ടോ? മണമില്ലേ? ഒരു പുളി ഇതാ മണമില്ലേ? മൂക്കില്ലാത്തവരാണ് പടച്ചവനെ ഇവരൊക്കെ. ആ പുളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ആപ്പാട് ഇച്ചിരി ഉള്ളിയേ ഉള്ളായിരുന്നു. ഇളക്കി ഉള്ളിയെല്ലാം വെളിയിൽ പോയി. ആ തക്കാളി ഒന്നും കാണാനേ ഇല്ല അവിടെ. അതൊക്കെ വാട് തള്ളിക്ക് തീ തള്ളിക്ക് ഇല്ല. ഇത് നോക്കിയാണെ ഈ മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഇതിനകത്തൂടെ അറിയാൻ പറ്റുമോ? ക്യാമറ കൂടെ അറിയാൻ പറ്റുമോ? അത് നമ്മൾ കഴിക്കുമ്പോ മനസ്സിലാവും, കറി കാണുമ്പോ മനസ്സിലാവും. അതിപ്പോ കറി കൊള്ളത്തില്ലേ നമ്മൾ കഴിക്കുമ്പോ വാവ് എന്നല്ലേ പറയാനൊക്കെ അല്ലേ? അല്ലേ ഈ വെള്ളം ഒന്ന് തുറന്നു പിടിച്ചില്ലേ പൊടി കരിഞ്ഞു. അപ്പം അത് ഇനി അതല്ല, ആ സെന്ററിൽ നിന്ന് മാറ്റിക്കൊടു. ഒരു മിനിറ്റ്, ആ സെന്ററിൽ നിന്ന് നടുക്കാക്കി കൊടു. അതൊക്കെ മാറ്റിക്കൊടു. ഞാൻ കരിഞ്ഞു പോണല്ലോ. ഇപ്പൊ പൊടി ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് അധികം എരിവൊന്നും ഇല്ല. അല്ല ഈ കാശ്മീരി മുളകാണ്. 1 കിലോ മുളക് പൊടി എരിവില്ലാത്ത കരിഞ്ഞു. ചേച്ചിയുടെ കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മള് പുളി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളം വേണം ഇനി കൂടെ പറ്റും. പൊന്നു സമ്മതിക്കണം കേട്ടോ. നമ്മളെ ഇത് നമുക്ക് പരിചയം ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ശീലമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ചെയ്തോ കേട്ടോ, ശീലമായിട്ട് വരും. ആ ടേസ്റ്റ് നോക്കിയോ? ഇല്ല, ഇച്ചിരി കൂടെ വെള്ളം വേണം. ടേസ്റ്റ് ഒന്നും മണ്ട. ഞാൻ മീൻകറിക്ക് പുളിയില്ലാണ്ട് ഇച്ചിരി പച്ചമുളക് കൂടെ വേണം. ഇച്ചിരി കുരുമുളക് പൊടി വേണം. ഉപ്പ് വേണം. വേണ്ട ഇപ്പൊ ഇടണ്ട, മീനിട്ടിട്ടാ. മീനിടാൻ കുറച്ചും കൂടെ വെള്ളം എടുക്കണം. ഇപ്പൊ മീനിട്ടോ കുഴപ്പമില്ല. തിളക്കണം. അത് കുറച്ചും കൂടെ വെള്ളവും വേണം. ക്ഷീണിച്ചു. എപ്പോഴും വന്ന് തിന്നേ ശീലമുള്ളല്ലോ. സഹായിച്ചിട്ടില്ല. മീനിന്റെ കൂടെ എടുത്ത് ഞാൻ തിടിഞ്ഞു.
കണ്ട കണ്ട കറി തിളച്ച് ഞാൻ മീനെടുത്തോണ്ട് വരും. മീനെന്ത് പെട്ടെന്ന് അകത്തോട്ടും കൂടെ പോവാന്ന്. അത് എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇല്ല ദിഗു ഉപ്പുണ്ടാ നോക്കി ദിഗു. വെള്ളം എടുക്കാൻ കണ്ടില്ല മീനിട്. ഇനി അടുത്ത കനലും കൂടെ എടുത്ത് തരാം. ടേസ്റ്റ് ഉണ്ടാന്ന് പറയണം. ഉണ്ടോ? എരിവില്ല ചേച്ചി, എരിവില്ല. പച്ചമുളക് ചേർക്കും. എവിടെ എരിവ് നോക്കി നോക്കടാ. നീയല്ലേ പറഞ്ഞ എരിവില്ല എരിവില്ല കുറവല്ലേ. അപ്പൊ നമ്മള് കഴുകി നല്ല അലുവ കഷ്ണം പോലെ വെച്ചിരിക്കുന്ന കേരയാണ്. അത് പുളി വെള്ളം ഒഴിച്ചിരിക്കുവായിരുന്നു ഉളുമ്പ് പോവാൻ വേണ്ടി. തലയും ചേച്ചി ആരാ ചേച്ചിടാ അങ്ങോട്ട് എടുത്ത് വിട്ടോ. എന്റെ തലയിലോട്ടടാ. ആ മാറ്. ഇനി കാറ്റടിച്ചാ കൊള്ളുന്നവരൊക്കെ ഓടിക്കൂ. ഈ കറി വെച്ചതാരാ? പാലു. ആ അത്രേ ഉള്ളു. അങ്ങനെ വേണം പറയാം. അത് പറയാൻ വേണ്ടി അവൻ ചോദിച്ചത്. ചേച്ചി ഈ വന്നിട്ട് ഉമ്മാർ ആരെങ്കിലും സഹായിച്ചു ചേച്ചി പറ. ചേച്ചി പറ. ഞാൻ നിന്നെ പറഞ്ഞില്ലല്ലോ. എടാ മീൻ പൊടിയല്ലോ. ആ മനസ്സിലായി. അവിയലാവൂലോ. ചെറിയ തീ മതിന്. ഇല്ല ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും മേളില്. ലാസ്റ്റാ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചെന്താ? ഇല്ല പച്ച വെളിച്ചെണ്ണ. ഉപ്പ് വേണം. പുളിയില്ല. പുളി ഇച്ചിരി കൂടെ വേണം. പുളി ഇറങ്ങിക്കോളും. നാളെ ഇതുണ്ടെങ്കിലല്ലേ. ഇന്ന് തന്നെ ഉമാരെല്ലാം തിന്നു തീർക്കും. ലാസ്റ്റ് ചട്ടി മാത്രം കൂടെ വെച്ചു. എല്ലാരും ചോദിക്കും ചേച്ചി ഡയറ്റിലല്ലേ? എന്നോട് എല്ലാരും ചോദിക്കും ഇത്രയൊക്കെ കറിയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നെന്ന്. ഞാൻ സത്യമായിട്ട് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളു കഴിക്കുന്നത്. ബാക്കി എല്ലാം ഇവര് വന്നാണ് മുഴുവൻ തിന്ന് മൊത്തം തിന്നുന്ന എപ്പോഴും. ഇവരൊട്ടും തിന്നില്ല. ഇവരെ കാണുമ്പോ തന്നെ ഫുഡില്ല. ഏറെവിടാ ഏറെവിട്. വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. ഞാൻ ഈ കഷ്ടപ്പെട്ട് വെക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ഫുഡ് എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു എന്താ ഫുഡിനോട് ഇത്ര ഇഷ്ടം എന്താന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഫുഡ് പൊതുവെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. പിന്നെ പുതിയ പുതിയ ഡിഷ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. മറിഞ്ഞു പോയാൽ ഞാൻ നിന്നെ കൊല്ലും. അല്ല അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പം അതാണ് കേട്ടോ ആ കമന്റിന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് പൊള്ളിക്കാൻ നോക്കിയതല്ലേടാ. ഞാനാ തീ കുരുത്തത് വാടുവാ വെയിലത്ത്? ഏയ് ഞാൻ തീ കുരുത്തതാടാ. അതല്ല ഇങ്ങനെ വാടാതെ ഇങ്ങനെ ഉപ്പുണ്ടാന്ന് മണ്ടൻ. അർജുന്റെ കൂടെ നടക്കുന്നേ. ഞാനൊരു അർജുന്റെ ഒരു ഇച്ചിരി കൂടെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒന്നും കിട്ടില്ലല്ലോടാ. അർജുനോ ബുദ്ധിയില്ല പിന്നെ എങ്ങനെ നമുക്ക് കിട്ടുന്ന ഏട്ടാ. അർജുൻ എന്റെ ബുദ്ധിയിലാണ്. അർജുൻ എംപിനെ കുറിച്ച് പറഞ്ഞത്. ഫാൻസുകാർ ഇവന്റെ തലക്കിട്ടടിക്കണേ. നമ്മളതിനല്ലേ ഫാൻസ്. അപ്പൊ നമ്മുടെ നല്ല അടിപൊളി അടുപ്പിൽ വെച്ച അടുപ്പിലിട്ട മീൻകറി. അടുപ്പിലിട്ട് ഞാൻ ഉണ്ടാക്കിയ മീൻകറി പറ. അടുപ്പിലിട്ട് ഞാൻ നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻ വെന്തില്ലല്ലോ. മീനൊക്കെ വെന്ത്. ഇനി ആ ചെറിയ തീ കിടന്നും കുക്കായിട്ടുണ്ട്. അത് അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കണം. ഇച്ചിരി വെയിലുണ്ട്. വെളിച്ചെണ്ണ അടിച്ചല്ലേ? ഞാൻ അടിച്ചല്ലേ? ഞാൻ ആരെയും അടിച്ചില്ല. അതിലെ കോമഡി. ഇനി നമ്മള് ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും കൂടെ ഇട്ട നമ്മുടെ മീൻകറി റെഡി. ഇനി നമുക്ക് കപ്പയായിട്ട് തനിനാടൻ മീൻകറി റെഡി. ഇവൻ കപ്പ ഇട്ടിട്ടില്ല പിന്നെ ലൈറ്റ് പോയി പോവും. ഇല വെട്ടുന്ന പിന്നെ കുഴപ്പമില്ല. ലൈറ്റ് ഒന്നും വേണ്ട ഇവന്. ഞാൻ ചെയ്യും അവിടെ എന്ത് വേണം. അല്ല ലൈറ്റ് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ. നീ തന്നെ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ സായിപ്പൊന്നുമില്ല. എനിക്ക് നോർമല്. കമോൺ വല്ലവരെയല്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വെട്ടാൻ പോണം. നമുക്ക് നല്ല വാഴയില വെട്ടാം.
പക്ഷെ ആ ഇലയാണെങ്കിൽ നമുക്ക് ഇല ഇങ്ങനെ ചാടി എങ്ങനെയാ വെട്ടുന്നതെന്ന് വേറെ ഇലയാ വീട്. അയ്യേ ഇതെന്താ അതെ പിച്ചാത്തി കൊള്ളത്തില്ല. അതാ സംഭവിച്ചു. ആ ഓക്കെ, എനിക്ക് ഹൈറ്റ് ഇല്ല, ഇവന് ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ഇലയിലാണ് കപ്പ കഴിക്കാൻ പോണം. അതെ അതെ അതെ. ചാടുന്നു നിന്ന് നമുക്ക് പൊക്കമൊന്നും ഇല്ലടാ. ഇതിനകത്താകുമ്പോ നമുക്കല്ല ഇത് മതിയല്ലേ കപ്പ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ. അതല്ലേ അയ്യോ ഒരുപാട് ചെറുതാക്കല്ലോ ഇങ്ങോട്ടാ. ആ അത്രയും വേണം. ചാടുമായിരുന്നു. അല്ല അത് ചേച്ചി വാഴ വെട്ടാൻ നോക്കുമായിരുന്നു, ഇലയല്ലായിരുന്നു അല്ലേ ചേച്ചി? നമുക്ക് ഹൈറ്റ് ഒന്നും ഇല്ല. നമ്മള് പിന്നെ ഞങ്ങൾക്ക് മറ്റേ തോട്ടിവരാനുള്ളായിരിക്കുന്നത്. നമുക്ക് ഞങ്ങൾക്ക് ഹൈറ്റ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് എന്റെ ഇത്തിരി കുറവാണെന്നേ ഉള്ളു. അവിടെ നിന്ന് എന്ത് കളിക്കുന്നു? എന്നാ പിടി കൊണ്ടു അതെ കൊണ്ടു. ഇതിനകത്ത് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കപ്പ ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ ഇട്ട് ചെറിയ കഷ്ണാക്കാനാണോ? ആ ചെറുതല്ല. ഇതിപ്പോ ഒരു ഇത് രണ്ടാക്കി, ഇത് നടക്കുന്ന രണ്ടാക്കിയിട്ട് 8 പീസ് ആക്കണം. 8 പീസ്. ചെറുതായിട്ട് കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞിടാം. അത് വേണ്ട, കുഴക്കുമല്ലോ. ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്ത് തിന്നാൻ. ചെറുതായിട്ട് നാലോ അഞ്ചോ നിങ്ങക്ക് എത്ര ചെറുതായിട്ട് ഇടുന്ന അന്ന് എങ്ങനെയെങ്കിലും വെട്ട്. അപ്പൊ ഇങ്ങനെ തോണ്ടി എടുത്ത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ആണോ എന്തുകൊണ്ടല്ലേ ചെയ്ത? ഇതെന്തുവാടാ ചെത്തുന്ന കപ്പ? എങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെ നടത്തണം. ആണ് പക്ഷെ ഈ വെള്ളമില്ലാത്ത കപ്പയൊന്നും വരുന്നില്ല. ഉണങ്ങിയ കപ്പ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നല്ല അടിപൊളി ഫ്രഷ് കപ്പ അവിടെ കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പൊ കോടതി നിയമം കണ്ട, ഭാര്യമാര് മാത്രമല്ല ഭർത്താക്കന്മാരും അടുക്കള കയറി കുക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളൊക്കെ കുക്കിങ് പഠിച്ചോ. ഇല്ല അവൾമാര് പറഞ്ഞ അതേ നിയമം ഉണ്ടെന്ന് പറയും, കൊണ്ട് കേസ് കൊടുക്കും കേട്ടോ. അവർക്ക് സന്തോഷോ. പക്ഷെ അവനും തേങ്ങ ഒരേപോലെ ഇരിക്കും. ആ തേങ്ങയുടെ വലിപ്പം കണ്ട അവനെ പോലെ തന്നെ ഉരുണ്ട് നല്ല ഉണ്ടവത്തങ്ങ പോലെ ഇരിക്കുന്നു. നിങ്ങളിത് പറയണം കേട്ടോ ഇവരെ രണ്ടുപേരെ എന്തെങ്കിലുമൊക്കെ. അവർക്ക് കരിക്ക് എന്നെ കണ്ടിട്ട് എന്നെ പോലെ ഇരിക്കണം. നോക്കട്ടെ തേങ്ങയുടെ തലയും തേങ്ങായി നോക്കിയ ഒരേ ഷേപ്പ്. ഞാൻ കള്ളത്തിലാണോ? അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ. ഞാൻ തേങ്ങ പോലെ ഇരിക്കണേ. ചക്കകളൊക്കെ ഇരിക്കുന്നു. എന്റെ കുടുംബ പേരാട്ടോ ചക്ക. സത്യം. ചക്കപ്പറമ്പിൽ രമണി. മീൻകറി എന്തായി? ഈ ഫോണങ്ങനെ മീൻകറി ഇടാത്ത വീണ എന്തായിരിക്കും? നല്ല മണമുണ്ട്. പിന്നെ മീൻകറി ആരും ഇളക്കത്തില്ല. മൂടി എടുത്തോണ്ട് പോകട്ടോ. അതവിടെ കൊണ്ടിട്ട് ഒഴിച്ചാലും മതി. പച്ച വെളിച്ചെണ്ണല്ലേ ഒഴിക്കുന്നു. അവിടെ കൊണ്ട് വെച്ചാലും മതി. പച്ച വെളിച്ചെണ്ണ ആ ചൂടിൽ ഇതായിക്കോളൂ. കളയല്ലേ അതിലെ വേണ്ട, നിങ്ങൾ തന്നെ എടുത്തു. ആ നിങ്ങൾക്കെല്ലാം കൂടെ എന്നെ തരും പറയാം. എന്നെ പോലെ ചട്ടിയായിട്ട് ചട്ടി പറഞ്ഞു മൂന്നൊക്കെ വീഴും. നമ്മുടെ നല്ല കപ്പ
ഞാൻ ഉണ്ടാക്കിയ കപ്പ. എന്താണ് കപ്പ വരുന്നില്ല കപ്പ. പൊട്ടിപ്പോയി. അടുത്ത് വേഗം വരാൻ പറയല്ലേ, പിന്നെ കാണത്തില്ല. നമ്മളിത് പൊറോട്ടയും വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇവരെ കണ്ടറിയാമല്ലോ, നമ്മൾ കപ്പ് കുറച്ച് ഇവർക്കൊക്കെ ഒരുപാട് വേണം കഴിക്കാൻ. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ടൈപ്പ് നമ്മൾ എല്ലാ ദിവസം കാണാറുള്ള ഇങ്ങനെ പൊറോട്ട ഇടുന്ന ഇങ്ങനെ ഫിഷ് ഡിസ്കറിയണം. ഭക്ഷണ സാധനം അങ്ങനെ അറിയാൻ കല്യാണ ചെറുക്കം വന്നു വാ. അങ്ങനെ കൊടുത്താൽ കരി പറ്റും കേട്ടോ. ഇത് നമ്മള് അവൻ ഒന്നാമത് ബ്യൂട്ടി പാർലറിൽ പോയി ഈ അടുപ്പി വെച്ച കറിയായോണ്ട് നല്ല മുളക് കറി കേട്ടോ. കളർ നോക്കിയല്ലേ ചുമ്മാ പാല് ഇളക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പാല് ഇളക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് കഴിച്ചാലോ? ആരെങ്കിലും കഴിക്കും? ആ പുളി നല്ലോണം പിടിക്കണം കേട്ടോ. വെച്ച് ചെയ്യാന്നല്ലേ പിടിക്കണത്. അത് വേറെ ആരെങ്കിലും വെച്ചാല്, ഞാൻ വെച്ച അപ്പൊ തന്നെ പുളി പിടിച്ചു പൊറോട്ടായിട്ട് നോക്കട്ടോ. മോനെ കിളിയ സാധനം കേട്ടോ. അതിനോട് വിളിച്ച അച്ചുവേ പൊറോട്ടായിട്ട് പൊറോട്ട അല്ലേ കപ്പയല്ലേ. നല്ല സാധാരണ പിറ്റേന്നാവും നമുക്ക് ഉപ്പും പുളിയും പിടിക്കണേ. ബാലി പിന്നെ കൈ തൊട്ടാ പിന്നെ സുമ്മാവാ. കൈ തൊട്ടാ കുളവാകും. പക്ഷെ എന്റെ കൈയും കൂടെ ഉള്ളതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആരാണത് വെച്ചത്? ആരേത് പുളി പിടിച്ചല്ലേ കറക്റ്റായിട്ട് പിടിച്ചത്. അത്രയും പുളി പുളി കുറച്ചിട്ടുണ്ടോ? ഞങ്ങളതിന് വേണ്ടേ? അക്ഷയ് കൊതി പിടിക്കണ്ടേ? അക്ഷയ് വേണമെങ്കിൽ ഇച്ചിരി കഴിച്ചു കേട്ടോ. ഇച്ചിരി കഴിച്ചു. തിന്നിട്ട് ആസ്വദിക്കുന്നു. എരിവൊന്നുമില്ല. പിന്നെ എരിവുണ്ടെന്ന് പറഞ്ഞാൽ ഇടിയും പാലുണ്ട്. കാണുന്നേ ഉള്ളു, അത്ര എരിവില്ല. നോർമൽ എരിവുള്ളൂ. മീനായിരുന്നു, ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെച്ച് ചാറ് വിളിക്കാവോ? ആ ചാറിനാണ് ടേസ്റ്റ്. മീനിൽ ടേസ്റ്റ് ചാറിന് വേണ്ടത്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ അല്ലേ? ക്യാമറ തിന്നിട്ട് അതിന് വിശക്കുന്നു. അവര് വെള്ളം ഇറക്കി ഉള്ളവർക്ക് ഞങ്ങളെല്ലാരും പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ട് അവൻ കഴിക്കട്ടെ. അത് നോമ്പാണെന്ന് തോന്നുന്നു. ഞാൻ പിടിക്കാം. ഞാൻ വെച്ചോണ്ട് കിട്ടുന്ന സാധനം വെച്ചത് കൊണ്ട് മിക്സ് ചെയ്ത് കഴിക്കും. ഒരുപാട് സമയം എടുത്തില്ലല്ലോ. 15 മിനിറ്റ് അങ്ങനെ എടുത്തു. ഇത്ര കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല. ആരും വന്ന ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കുന്നവർക്ക് എക്സ്പേർട്ടായ ആൾക്കാർക്ക് പിടിച്ചിട്ടേ ആകാശിന് ഇച്ചിരി എടുത്ത് വെക്കണേ. കുറച്ച് മാറ്റി വെക്കും. എല്ലാം ഉറപ്പാ. ആരും കഴിച്ചില്ല. അതുകൊണ്ട് ഇല നിറയെ ഇട്ടത് അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ പോയാ ചട്ടി നിറയെ ഉണ്ടായിരുന്ന കറി നല്ല കറിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. എരിവ് നോർമൽ എരിവുള്ളൂ, അല്ല വലിയ എരിവില്ല. എരിവ് ഒഴിക്കാത്തതുണ്ട്. പക്ഷെ ചട്ടി പിടിക്കുമ്പോഴൊക്കെ പണി കിട്ടുക. കരി അടിപൊളി കറിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ ചട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന കണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.